അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഓട്ടോറിക്ഷ ഒഴിവാക്കിയിട്ടുള്ള പരിപാടി അറങ്ങി സത്യത്തിൽ പോയിട്ടില്ല. വീട്ടിൽ മാന്തിയിട്ടുള്ളൂ 10 വരെ സൈഡാക്കിയിട്ട് ബാവട്ടിനെ കൊണ്ടുപോവാണ്, പണിക്ക് കൊണ്ടുപോകണേ. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എൻ്റെ നാട്ടിൽ അപ്പച്ച തന്ന പാൻ്റൊക്കെ ഇട്ടിട്ട് പോണേ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ സംരംഭം ഇന്നലെ 250 ഉറുപ്പ്യക്ക് ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ബാവട്ടം പറഞ്ഞ 1000 ഉറുപ്പ്യക്ക് ഉണ്ടായി പണി കിട്ടും. ചെയ്ത് നോക്കാം. എന്തോ ഒരു കഷ്ടാണ് ഈ കാണിക്കുന്നത്. അവരിവിടെ ചരണ്ട് തുടങ്ങി. ആളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞേ. ഒരാള് യൂണിഫോം മാറ്റാന്ന്, ഒരാൾ മയിരുണ്ടാകാന്ന്. എന്ത് നാളാക്കാന്നോ? യൂണിഫോം മാറ്റാൻ വേണ്ടി പോയി. യൂണിഫോം എന്ന് പറഞ്ഞാൽ അവരോട് മാറ്റി പോന്നപ്പോ അല്ലേ? ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങണം. പമ്പറപ്പ് പൊളിയിൽ പോയി. ഞാൻ ഏത് പരിപാടിക്ക് എന്നാലും പൊളിയിലാണ്. ഇത് പൊളിയൊന്നുമില്ല. അല്ല, ഇത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് 4 മണി തരുമോ? 4 മണി മതി. 8 മണി വരെ അവിടെ എന്തായാലും അടിപൊളി ബോഡിയാ. ഇതൊക്കെ കുടിച്ച് നശിപ്പിക്കുക എന്നൊക്കെ സമ്മതിച്ചിട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് ചാന്ദിനെ കെട്ടിയത് ഭയങ്കര സങ്കടം. ചാന്ദിനെ കെട്ടിയതൊരു സങ്കടമായിട്ട് തോന്നുന്നു. പിന്നെന്ത് പറിക്കുണ്ടാവും, പിന്നെന്ത് അണ്ടിക്ക് എന്ത് ഇഷ്ടം എനക്ക്? എന്താ എടി എനക്ക് എന്ത് ഇഷ്ടടി? എനക്ക് എന്ത് ഇഷ്ടാ? എനക്ക് എന്ത് ഇഷ്ടണ്ടായിട്ട് അപ്പം കൊച്ചിനെ കെട്ടിച്ച് ഒരു കിണ്ടിയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ പുരുഷൻ എന്ന് പറഞ്ഞാലോ അവന്റെ ചാന്ദിനെ കെട്ടി ഞാൻ ഇഷ്ടപ്പെട്ട് കെട്ടിയ അത് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂല. ഇഷ്ടപ്പെട്ട് കെട്ടിയ എന്നിട്ട് ആ കൊച്ചിനോട് ഒരു ഇഷ്ടം, ആ ഇഷ്ടത്തിന് സാധനം അടിക്കുന്നതാ. അത് ആരെ തോപ്പിക്കാനോ? അത് അച്ഛനെ തോപ്പിക്കാനോ? അമ്മനെ അൻസന്മാരെ അതൊക്കെ എന്ത് നല്ല സക്കന്മാരെ. ഞാൻ നാട്ടിക്ക് എന്റെ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടാതെ ആ അമ്മേനെ ഇഷ്ടപ്പെടാതെയോ. പിന്നെ അച്ഛനൊരു ചെറിയൊരു വൈരാഗ്യം വെച്ചിട്ടുണ്ട്. അതിനെന്താ നമ്മള് കാട്ടണ്ടേ? അതൊന്നും കാണിക്കാല്ല. അച്ഛക്ക് നടന്നിട്ട് കാണിച്ചു നോക്കടാ. അച്ഛനുള്ള വൈരാഗ്യം ഒന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ മുപ്പറ തല്ലാൻ പറ്റുമോ? അതിനെ അടിക്കുന്നത്. അത് എനിക്ക് തല്ലാൻ പറ്റാത്തോണ്ടാണ് പൗഡർ അടിച്ചിങ്ങനെ കിണ്ടിയെടുക്കണം. അല്ല, അച്ഛനൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് വിട്. അത് ഞാൻ പ്ലാസ്റ്റിക് മൂപ്പര് ചെറിയ പ്രശ്നമുണ്ട്. അത് ഈ വള്ളാടി മൂപ്പര് ഇതായിട്ടൊരു ബന്ധമില്ല. ഞാൻ മൂപ്പരെ തല്ലാൻ പറ്റുമോ? എനിക്കല്ല, ഇങ്ങനെയൊക്കെ നടക്കിപ്പോ ആരും പണ്ടൊക്കെ ഓരോരുത്തരും തല്ലാമല്ല. ഒന്നോ അച്ഛൻ സുഹൃത്തുക്കളെ, പാമ്പൊക്കെ പോണ്ടല്ലേ. ഞങ്ങൾ വന്നിട്ട് 1 മണിക്കൂർ ഏകദേശമായി. അപ്പം എല്ലാവരും നല്ല സെറ്റായതുകൊണ്ട് ഇതൊക്കെ അടിപൊളിയാ. ഇപ്പം ഞങ്ങൾ മുതലാളിമാരൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്ക് സമയം ആകുകയാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ അങ്ങനെ ഞങ്ങൾ പശ എടുക്കാൻ വേണ്ടി സുനിൽ പുളിവേലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സുനിൽ പുളിവേലിൻ്റെ വീട്ടിൽ പോയി പശയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം. ബാബാ ഇതിൽ പോവുക. നോക്കിപ്പോൾ ഏറ്റ് വരും. ഇപ്പം ഇത് സംഭവം ഇത് തുടക്കം പാളല്ലേ. ചേരണ്ടാന്നറിയില്ല കേട്ടോ, ചേരണ്ടി പഠിക്കുന്നുള്ളൂ. ബാ ബാ സത്യം പറഞ്ഞാലേ ഇതിപ്പോൾ എടുക്കാൻ പോകേണ്ട കാര്യമില്ല. കാരണം സത്യത്തിൽ ചേരൻ്റെ ശീലമല്ലേ എനിക്ക്. ഞാൻ ആദ്യത്തെ തുടക്കക്കാരനാണ്. പക്ഷെ എന്തായാലും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെ കേട്ടോ. അത് ഇത് ഏകദേശം സംഭവം 4 പേരിൽ മേലിട്ട് വീശും. സംഭവം സെറ്റാക്കും. പക്ഷെ എന്താ താമസം വെട്ടേരെ നമുക്കൊരു ഭയങ്കര ബോജാറല്ലേ. ബെജാർ ചേട്ടാ വീണോ? എവിടാ? കള്ളും ഇവിടെ ഫുൾ ഡോൾഫിസ് ഗോൾഫിനെ ഗോൾഫ് കഴിഞ്ഞോ?
എന്നാ പോയിട്ട് അത് എടുത്തുണ്ടോ? പക്ഷെ ഇത് എടുത്തുണ്ടോ പ്ലാസ്റ്റിക്? ഞാൻ അത് കൊണ്ടുപോകണം കേട്ടോ. അടുപ്പ് കത്തിക്കാം. പ്ലാസ്റ്റിക് എടുക്കാൻ ആരാ പോയേ? അങ്ങാടിയിൽ നമ്മൾ തുടങ്ങാം കേട്ടോ. തുടങ്ങിയപ്പോഴേ ഇവിടെ ഇങ്ങനെ മിക്സാക്കാൻ പാടില്ല. അത് നമ്മൾ ഭയങ്കര മിക്സാക്കണേ. അങ്ങനെ അങ്ങനെ കാണാൻ പറഞ്ഞു നമ്മൾ ചെയ്ത് നോക്കാണ്. നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഐഡിയ എന്നാലും തുടങ്ങി കുടിക്കാറേ പോലെ ആദ്യമായിട്ടൊരു പണിക്കിറങ്ങിയിട്ട സുഹൃത്തുക്കളെ, ആദ്യമായിട്ടൊരു പണിക്കിറങ്ങിയിട്ടോ. മാന്താന്ന് അറിയില്ലെങ്കിലും മാന്തി ഒപ്പിച്ചാണ്ട് 10-150 മരം മാന്തി. അപ്പോൾ ഈ ചെങ്ങന്മാർ പോകുന്നറിയാം. ദൈവമേ കഥ കഴിഞ്ഞു. രാത്രി ചെങ്ങന്മാർ നിങ്ങൾ കൊണ്ടുവരേണ്ടത് പ്ലാസ്റ്റിക് സാമ്പിളറും. മൈ ഗോഡ്, ബാവട്ടൻ്റെ എന്തായാലും പൊറോട്ട ഇറച്ചി വാങ്ങി തന്നാളി. അല്ല ഭർത്താവല്ല കേട്ടോ ബാവട്ടൻ്റെ ഒക്കെ പൊറോട്ട ഇറച്ചി വാങ്ങി തന്നാളി. അല്ല വേറെ ഭർത്താനല്ല. 1050 മരമാണ് ചണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പൈസ കുടിച്ചു കളി നമ്മക്കായിട്ട്. എല്ലാത്തും അറിയാലോ, ആദ്യമായിട്ടും അല്ലാത്ത. എന്തായാലും ബാവട്ടൻ്റെ ഫസ്റ്റത്തെ വിളി. മുത്തുമണികളെ എന്താ അർത്ഥമാണോ? സുഖം തന്നെയല്ലേ? മറ്റേ കാക്ക ഇവിടെ കാക്ക പോയോ? കാക്കാൻ്റെതാ ചരണ്ടി. ശരിയാണ്. എല്ലാവിധ ആശംസകൾ. ആ കാക്കയാക്കണ വണ്ടിയിലേ പോയിട്ടില്ലല്ലോ. ആ അതാ പേരുണ്ട്. എവിടെക്കളെ അതെന്ത് പരിപാടി? അപ്പൊ നമ്മളിത് പശുക്കുറ്റിയെ താഴെ കൊണ്ടുവെക്കണേ നീ? ആ എണ്ണ കൊണ്ട് പറ്റില്ല, പുളിവലി അങ്ങ് തിരിക്കുക. ഞാൻ പറഞ്ഞു എണ്ണ കൊണ്ടൊന്ന് പശക്കുറ്റി ഒന്നും താഴത്തൊന്നും എണ്ണ കൊണ്ട് ഇറക്കാൻ പറ്റില്ല. കയറ്റിയതിന് ഇപ്പൊ വാവ് ബുദ്ധിമുട്ടായി. സ്റ്റാപ്പിൽ ഇറക്കം നമ്മൾ കൊണ്ടുപോകണം. അത് പുളിവേലി വന്നിട്ടാണ് സ്റ്റാപ്പർ കിട്ടിയത്. സ്റ്റാപ്പർ കിട്ടിയപ്പോൾ എന്തറിയാ മറ്റേ ചങ്ങായി ചരണ്ടിയിട്ടുണ്ട്. അതിന് പൈസ കൊടുക്കുമ്പോൾ മര്യാദക്ക് പശക്കുറ്റിയൊക്കെ ഇറക്കിക്കോ. ഞാൻ പറഞ്ഞു അതിന് എന്നെ കിട്ടത്തില്ല. ഇറക്കാനും കയറ്റാനും ഞാനേ ഇവിടെ പുളിവേലി അവിടുന്ന് കാസർഗോഡ്. എന്റെ സാറേ, എന്റെ അച്ഛൻ മരിച്ചു പോയി. ഇനിയിപ്പോ 10 ദിവസത്തിന് വരാൻ പറ്റില്ല. അവിടെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ സ്വന്തം കൊണ്ടുപോയി അവർ വാങ്ങി തരികയാണ്. ഇവർ ചിരണ്ടിയുണ്ട്. ചിരണ്ടി അപ്പോൾ ആ ചങ്ങായി 100-130 മാറാണ്ട് ചിരണ്ടിയിട്ടുണ്ട്. ഓണം പൈസ കൊടുക്കട്ടെ. ആ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. പുളിവേലിയുണ്ട് നിങ്ങൾ ചിരണ്ടി നിങ്ങൾ പാശിട്ട് പോയിട്ട് പഠിച്ചത് തുടങ്ങിയ പാശിട്ട് പടപടയാണ് വന്നേനു. ഞാൻ പാവം ചേർന്നേ. മറ്റേ വേണ്ടേ? അത് ഞാൻ വാങ്ങിക്കൊണ്ടുവരണം. 10-2000 ഇവിടെ പണിയെടുക്കുന്ന നിങ്ങൾക്ക് ഒരു താപ്പർ വാങ്ങിക്കൂടെ? എന്തോ ഒരു കഷ്ടമാണ്. അല്ല ഓർഡർ മേടിച്ചേനു. അതിന്റെ പൈസ അതല്ലേ മൂപ്പര് കഷ്ടപ്പെട്ടായിരുന്നു. ഞാനും കൂടെ പശക്കുറ്റികളെ രാവിലെ ഓർഡർ മേടിച്ചു. അതിന്റെ പൈസ ഇങ്ങനത്തെ വന്നിരിക്കേ ഒരു കഥ ഇല്ല വന്നിരിക്കുക. ഞാനാണ് കഥ കൊണ്ടാടി. അവനോൻ അറിയണ പണി ചെയ്യണം അവനോൻ പറഞ്ഞ ഇത് നടക്കൂലെന്ന് പറഞ്ഞത്. ഞാൻ പോയാലോ? ഞാൻ പോട്ടെ, വീട്ടിൽ പോട്ടെ. മേത്ത് വെള്ളം ഒഴിച്ച് വണ്ടി ഇറക്കട്ടെ. വെറുതെ ഓട്ടോ സ്റ്റാൻഡ് പ്ലാസ്റ്റിക് ഇടാൻ പോയിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ വന്നാണേ. അപ്പോൾ എന്തോലെ കമൻറ്റ് നോക്കാം. എന്നോട് പറഞ്ഞു
സാർ ഗുഡ് മോർണിംഗ്. നമ്മൾ മിലിറ്ററിക്കാരനോട് ഗുഡ് മോർണിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ. എന്തോരം കൊടുക്കുന്നുടാ പ്ലാസ്റ്റിക്കുകളിലൊക്കെ ചീറ്റങ്ങനെ പാവട്ടിൻ്റെ ഒക്കെ പോലെ പോയത്. നമ്മളിത് ഉമ്മമാര് പുറകെ വരുമ്പോ ഭയങ്കര മാന്തി 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 പോയിട്ട് ആളെ കാണാനില്ല. അതിന് അവൻ്റെ പേരെന്താ ചക്കനം അലിയമ്മക്കനെ അക്കൂർ സുറിലെ ഇജ്ജ് മാന്തി കഴിഞ്ഞു ചോദിച്ചു. അവനാ അങ്ങനെ പോകുന്നതാണ്. ഇത് പോയോ കോല് പ്ലാസ്റ്റിക് ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് തിറങ്ങി പോയിക്കണോ തോന്നുന്നുണ്ടാണ്. ചെന്നപ്പോൾ ആളെ കാണാനില്ല. ഓലൊക്കെ പോയി. അപ്പം വിളിച്ചാൽ പറയണം അവിടെ സ്റ്റാപ്ലറില്ല, പിന്നില്ല. പിന്നെ എന്ത് പറയാനാണ് മരുന്നാക്കൾ എന്നോട് മാർത്ത പറയുകൾ. എനിക്കിവിടെ പോത്തിനൊക്കെ ഇട്ട് ഈ ബാവട്ടം വിളിച്ചോണ്ടായതാണേ. മറ്റാ ചേട്ടനും ഒരാൾ ആ മറ്റേ ഡിങ്കനാസ്റ്റാക്കാൻ്റെ അളിയാ. പിന്നെ എല്ലായിടത്തും നാസറാക്കാം. മംഗലാപുരത്ത് പോയിട്ട് ഞാൻ സുറിലജ് പോയിട്ട് പശ എടുത്തോണ്ട് അടുത്തോണ്ടായിരുന്നു വന്ന സുറിലാണ് ചേരണ്ടിക്കോ. നമ്മള് ഞാൻ ചിലപ്പോൾ പോകുന്നൊക്കെ പോകുമ്പോൾ പറയട്ടെ. പക്ഷെ നമുക്ക് എത്ര ഓടിയില്ല 10-15 മരം കയറിയിട്ടുള്ളൂ. അതിന് നമ്മൾ ചീറ്റി പോകുന്നു. അയ്യോ അതിനപ്പത്തിന് വിളിച്ച് നമ്മൾ മടുപ്പിച്ചു.